ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നെല്ലാം കൊണ്ടും മാറ്റിമറിച്ച ഒരു അടിപൊളി പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒടുവിൽ മുക്കുവണ്ട പണയ കേസിൽ അച്ചു യഥാർത്ഥ പ്രതിയെ പിടികൂടാനായി ഇറങ്ങിത്തിരിക്കുകയാണ്. അച്ഛനെയാണെങ്കിൽ മുകുന്ദനോട് പറയുന്നുണ്ട്, അച്ചു നിന്നെ അറസ്റ്റ് ചെയ്യാനായി അമ്പാട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം പറയാനുണ്ട്, അത് ആ സമയത്ത് പറയാമെന്നാണ് അർച്ചന അങ്ങനെ പറഞ്ഞിരുന്നത്. അങ്ങനെ അർച്ചനയും ദീപ്തിയും ഫോണിലും സംസാരിക്കുന്നുണ്ട്. എന്തായാലും പ്ലാൻ എ സക്സസ് ആയില്ല, അതുകൊണ്ട് പ്ലാൻ ബി നമുക്ക് വർക്കൗട്ട് ചെയ്യാം, ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. അച്ചു ആണെങ്കിൽ മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പൊ വരുമെന്ന സന്തോഷത്തിലാണ്. രുക്കുവും മഞ്ജുവും മുകുന്ദനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ചന്ദ്രകാന്തത്തിലാണെങ്കിലും ഒട്ടും തന്നെ സന്തോഷത്തിന് കുറവില്ല. എല്ലാ ശത്രുക്കളും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. അങ്ങനെ അച്ചു വരുന്ന സമയം നോക്കി അർച്ചന വേഗം തന്നെ മുകുന്ദനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ആ പ്രവൃത്തി ഒട്ടും തന്നെ രുക്കുവിന് സഹിക്കാൻ കഴിയുന്നില്ല. രുക്കു അപ്പൊ തന്നെ ആ വിവരം വിളിച്ച് അച്ചുവിനെ അറിയിക്കുകയാണ്. നിന്നോട് എത്ര നേരമായി ഞാൻ ഇവിടെ വന്ന് മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനായി പറയുന്നു, എന്നിട്ടും നീ അത് ചെയ്തില്ലല്ലോ. ഇപ്പൊ എന്തായി? നിന്റെ ചേച്ചി മുകുന്ദനെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. മുകുന്ദൻ രക്ഷപ്പെട്ടാലും നീ കുഴപ്പത്തിലാവണമെന്നാണ് നിന്റെ ചേച്ചി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ലാസ്റ്റ് നിമിഷം നിന്റെ ചേച്ചി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോ? അതോടെ എന്തായാലും നിന്റെ ജോലിക്കാണ് അത് ബാധിക്കുന്നത്. അച്ചു, എങ്ങനെയെങ്കിലും നീ നിന്റെ ഏട്ടനെ കണ്ടുപിടിക്കണം, അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ തൊപ്പി തെറിച്ചു പോകും. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് രുക്കു അങ്ങനെ വളരെ ദേഷ്യത്തോടെ അച്ചുവിനോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് തിരിച്ചൊന്നും പറയാതെ അച്ചു അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷം രുക്കു ആ വിവരം അപ്പൊ തന്നെ ചന്ദ്രകാന്തത്തിലേക്ക് വിളിച്ചറിയിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയുന്ന അവസ്ഥയാണ് ചന്ദ്രേച്ചി. അച്ഛനേച്ചി ഈ ലാസ്റ്റ് നിമിഷം മുകുന്ദനെയും കൊണ്ട് ഇവിടെ നിന്നും പോയി എങ്ങോട്ടാണ് രക്ഷപ്പെട്ടതെന്നറിയില്ല. ഞാൻ എന്തായാലും ഈ കാര്യം അച്ചുവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിജയേട്ടനെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് രുക്കു അങ്ങനെ ചന്ദ്രയോട് പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്യാണ്. ഇത് കേട്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. മുകുന്ദനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്റെ നേർക്ക് ആ കുറ്റം വരുമെന്ന് ചന്ദ്രയ്ക്ക് നല്ല ഉറപ്പാണ്. ചന്ദ്ര അപ്പൊ തന്നെ വിജയ് ശങ്കറിനോട് പോയി ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വിജയേട്ട, അർച്ചന മുകുന്ദനെയും കൊണ്ട് മുങ്ങി എന്ന് പറയാണ്. ഇത് കേട്ട് വിജയ് ശങ്കർ ആകെ ഷോക്കാവുന്നുണ്ട്. ഇന്ന നെൽപ്പിൽ അച്ചു വരുന്നുണ്ടെന്നറിഞ്ഞ് മുകുന്ദനെയും വിളിച്ച് അർച്ചന സ്ഥലം വിടുകയായിരുന്നു എന്നാണ് രുക്കു പറഞ്ഞത്. എന്തായാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുകുന്ദനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യിക്കണമെന്ന് ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.